ചാമിങ് സിറ്റി ഡീസലടിക്കാൻ ഞാൻ കണ്ടക്ടർ മഴവിലുണ്ട് ഇത്ര തിരക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല ഇരുന്ന് നോക്കി അല്ലേ അവര് ഗ്യാപ്പ് കൂടെ കയറിപ്പോയി ഇതിൻ്റെ ഇടയിലാണ് ഹായ് ഗൈസ്, വെൽക്കം ടു ട്രാവൽ ഫീഡ്സ്. ഞാൻ ശ്രീരാഗ് ദീക്ഷിത്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫസ്റ്റ് വ്ളോഗാണിത്. അപ്പം ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകാനുള്ള പ്ലാനിലാണ്. ഇവിടെ ആതിരപ്പള്ളിയിലേക്കാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ദീക്ഷിത്തിൻ്റെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങാണ്. സമയം ഇപ്പോൾ ഏകദേശം 2 മണിയായി. 2:30 ബസ് KSRTC ഇവിടുന്ന്. അവിടെ കയറി ഒരു 6:45 ആതിരപ്പള്ളിയിലേക്ക് ബസ് കയറും. അതെ, ഇവിടുന്ന് എവിടേക്ക് ബസ് അടിച്ച് അതായത് ചാലക്കുടി ഇറങ്ങിയിട്ട് ഇവിടുന്ന് 2:30 KSRTC കയറും. എന്നിട്ട് 6:15 ചാലക്കുടി എത്തും. ചാലക്കുടിയിൽ നിന്ന് കുറച്ച് നടക്കാൻ കിട്ടും. കുറച്ച് നടന്നിട്ട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആതിരപ്പള്ളിയിലേക്ക് ബസ് വിളിച്ചിട്ട് 1 മണിക്കൂർ യാത്ര ഉണ്ടാവും പാട്ടുകൂടെ. ഓക്കെ, ആതിരപ്പള്ളിക്ക് ബാക്കി അവിടെ നിന്ന് ഓക്കെ പോണ വഴിയൊക്കെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ഓക്കെ, ഗൈസ് പുലർച്ചെ 2 മണി. ഞങ്ങൾ ദീക്ഷത്തിൻ്റെ വീട്ടിലേക്കാണ്. വണ്ടി വെയിറ്റ് ചെയ്യുകയാണ് പോകാൻ വേണ്ടിയിട്ട്. KSRTC സ്റ്റാൻഡിലേക്ക് പോകണ്ടേ. എവിടെയാ ഉണ്ടാവും? ഇവിടെ ചോദിച്ചത് ഇയാളല്ലേ ചോദിക്കുക. ബസ് നമ്പർ ഇല്ല. തിരുവനന്തപുരം എന്നിട്ടായിരിക്കും ചിലപ്പോൾ. ചോദിച്ചോ അവരോട് ചാലക്കുടി എത്തും. അതന്നെ ആയിരിക്കും. തിരുവനന്തപുരത്തേക്കുള്ള ബസ്സാണ്. തൃശ്ശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, പരപ്പനംകോട്, KURTC. ആണ് ബസ്. 18 അല്ല 19 20. ഒരാള് 19 ഇതൊക്കെ കിട്ടിയത് ബാഗേടെ തണുപ്പുണ്ട്. മറ്റാളും ഞാനൊരു വീഡിയോ കണ്ടിന്. അവൻ പോയ അതേ ബസ്സാന്ന് തോന്നുന്നു. AC വെന്റ് പൊട്ടിയിട്ട് തണുപ്പ്. ചാർജ് ചെയ്യാനുള്ള സ്പോട്ടൊക്കെ ഉണ്ട് ഇവിടെ. കുത്തിട്ടോ അവിടെ തന്നെ ചാർജ് ആവും. AC വെന്റ് എന്നാലും ആ സൈഡിൽ നല്ലേ. ഞങ്ങളിപ്പം 2:25 ഇവിടെ എത്തി. 2:30 ബസ് എടുക്കാറ്. അപ്പോൾ 2:25 ഞങ്ങൾ ഇവിടെ എത്തി. ബസ് കഴിക്കാൻ രണ്ടാളും ഉറങ്ങിയിട്ടില്ല. തീരെ ഉറങ്ങിയിട്ടില്ല. ബസ് ഒന്ന് ഉറങ്ങാനുള്ളൊരു പ്ലാനിലാണ്. നല്ല ഉറക്കം വരുന്നുണ്ട്. പ്രശ്നമായി ഇതൊന്നും കൂട്ടിയില്ല. ഇത് പോവാഞ്ഞ ഭാഗ്യം. ചാർജർ പോവാഞ്ഞ എന്താ ഭാഗ്യം പോലെ. കൂട്ടിക്കാം. നമ്മളിപ്പോൾ എടുത്തിട്ടില്ല. 2:30 എടുക്കുക. 2 ബസ് എടുക്കുന്നു. 35 കഴിഞ്ഞ് 10 മിനിറ്റ് ലേറ്റായി. ഇപ്പം നമ്മൾ ലേറ്റ് ആയോ കൂട്ടാണ്ട് പോവല്ലോ. ഭയങ്കര പഞ്ചല
ആനവണ്ടി ഇപ്പോഴാണ് വരുന്നത്. കോഴിക്കോട് നിന്ന് അതിരപ്പള്ളിയിലേക്ക് ആദ്യത്തെ യാത്ര. ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്ര. അത് കാണാം അവസാനം എത്ര ബഡ്ജറ്റ് ഉറങ്ങണ്ടേ ഉറങ്ങണ്ടേ. ഇനി ഉറക്കം കഴിഞ്ഞിട്ട് നല്ലൊരു ഉറക്കമൊക്കെ ഇറങ്ങി. പ്രത്യേകിച്ച് സ്ഥലം കാണാനൊന്നുമില്ലല്ലോ. ഉച്ച സമയമല്ല, ഉച്ചയല്ല, രാത്രി സമയം. എന്താ വിഷയമൊന്നും കാണിക്കാൻ അറിയുന്നില്ല. ഫുള്ള് ഇരുട്ടാ പുറത്ത്. പിന്നെ ക്ലാസ്സൊക്കെ ഭയങ്കര ഡേണ്ടിയാണ്. അതിനെ കൊണ്ട് ഞങ്ങൾ ഉറങ്ങട്ടെ. എന്നാലും മര്യാദയ്ക്ക് ഉറങ്ങിയില്ല. ഉറങ്ങണം. കണ്ണൊക്കെ പറ്റിയതായിട്ട് ഉറങ്ങിയില്ലേ നാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നാളെ ഫുള്ള് നടക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ളത്. എയർപോർട്ട് എത്തി. എയർപോർട്ട് റോഡ് നമ്മളെന്തിനാ പറയുക എയർപോർട്ട് പോകുന്നത്? എയർപോർട്ടിൽ നിന്ന് ആയിരിക്കോ കയറുന്നുണ്ട്. എല്ലാവരും ഉറക്കാണ്. ഞങ്ങൾ മാത്രമാണ് ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല. ഒരാൾ ഉറങ്ങുന്നുണ്ടോ കഴിച്ച് കുട്ടി കിട്ടില്ല. ഏതാ ബോർഡ് ഒന്ന് ഉറങ്ങി നമ്മളെ ലൈറ്റ് എടുക്കും. കണ്ണാണ് ആരാതൊക്കെ സമയത്തൊക്കെ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുക. പോയിക്കാണെന്ന് ഉറങ്ങിക്കണം. കൊണ്ടാക്കാൻ വന്നേ ആടെ പോവാൻ ബാഗൊന്നുമില്ല. ചാലക്കുടി ഇറങ്ങി. ബൈപ്പാസ് ഓനല്ല പറഞ്ഞേ. ചാലക്കുടിയിലേക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ചാലക്കുടി എത്തി ഞങ്ങൾ ഇറക്കുന്നു. ഇറക്കി തന്ന് ആ ഉറക്കത്ത് ചാലക്കുടി ചാമിങ് സിറ്റി. ചാമിങ് സിറ്റി പറയകാല് കറക്റ്റ് വന്നു. പറയകാല് കറക്റ്റ് ടൈമിൽ തന്നെ അവിടെ എത്തിച്ചിട്ടുണ്ടോ? KURTC ആ ണ്ടോ ഹോട്ടലിൽ നോക്കുന്നുണ്ട്. ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. ആതിരപ്പള്ളി എത്തിയിട്ട് കഴിക്കല്ലേ? എന്ത് ഫ്രഷ് മൂത്ര കഴിക്കാൻ ആദ്യം. അപ്പോൾ എവിടേക്ക് ഞങ്ങൾക്ക് ബസ് ഇറങ്ങിയപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കാം. ഇവിടെ എവിടെയോ ഒരു ബസ് സ്റ്റാൻഡ് കാണിക്കുന്നുണ്ടെന്ന് പറയുന്നത്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അവിടെ എത്തിയിട്ട് വേണം ബാക്കി നോക്കാൻ. ആതിരപ്പള്ളിയിലേക്ക്, ആതിരപ്പള്ളി വാട്ടർഫോൾസിലേക്ക്. നമ്മളെ പരിപാടി എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പരിപാടി എന്താ വെച്ചാൽ ആതിരപ്പള്ളി എത്തി. ആതിരപ്പള്ളിക്ക് നല്ലോണം കണ്ട് അവിടുന്ന് ഒരു ഡാൻസൊക്കെ എല്ലാം പഠിച്ച് ഞങ്ങളൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡാൻസും കൂടി ഇൻക്ലൂഡ് ചെയ്യും. സാധാ ഒരു ബ്ലോഗിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമല്ല, അതിൽ ഡാൻസും ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് ആ രീതിയിൽ ഒരു സാധനം കൊണ്ടുവരാമെന്നാണ് വിചാരിക്കുന്നത്. നോക്കിയതില്ല ഇവിടെ എങ്ങോട്ടാ? എന്താണ് സെൻറ്റ് മേരീസ് എന്തോ ചർച്ച്. ഷവർമർ ഇത് ബസ് സ്റ്റാൻഡ് അവിടെയാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോകണം.
ബസ് കയറിയിട്ട് എത്ര 1 മണിക്കൂറുണ്ടോ ഇവിടുന്ന്? 48 കാറിൽ 48 മണിക്കൂറുണ്ടല്ലേ? ശരി ഇവിടെ ഉണ്ടല്ലേ? ശരി അതാ ബസ് സ്റ്റാൻഡ് എത്തി ഗൈസ്. അതാ അല്ലേ? സീറ്റുണ്ട്. ഫുള്ള് ഇല്ലേ? ആ നാളെ ഇരിക്കണ്ട ഇവിടെ മറ്റൊരു വന്നാലല്ലേ ബാക്ക് പോയിക്കണം. ബാക്കിൽ നാളെ എപ്പോഴാ ഇനി എടുക്കുക? എനിക്കൊന്നാ അപ്പുറത്തേക്ക് ഇടിയായിരിക്കും പോയിരിക്കാൻ. ബസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അയാൾ പോയി. ആള് ഫുള്ളായാലും ഇവിടെ ബസ് എടുക്കുള്ളൂ. സമയത്ത് എടുക്കില്ല. മാതാ ജെറ്റ് ഉണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. ഇവിടെ മാതാ ട്രാവൽസ് ഉണ്ട്. അത് മാതാ ട്രാവൽസാണ്. പല്ല് പോലും തേച്ചില്ല. ഇത് ഹോട്ടലിലെ ഫുഡ് കഴിക്കാൻ. ഹോട്ടല് വലിയ ഒന്നുമില്ല. കുറേ നേരം ഇരിക്കുന്നു. വിശക്കുന്നുണ്ട്. പല്ല് പോലും തേച്ചില്ല. പക്ഷേ എ സി അതിനെ കൊണ്ട് വലിയ ക്ഷീണമില്ല. കഴുത്ത് ചെറിയ സീറ്റിന്റെ ഒരു ഉറങ്ങാൻ പറ്റാത്ത ഉറങ്ങാൻ പറ്റുന്ന ബോണ്ട നോക്കി പോലെ ഇയാളും പിന്നെ ബസ് സ്റ്റാർട്ട് ചെയ്ത് വെച്ച് പോവാന്ന് എനിക്കൊന്ന് ഇവിടുന്ന് എടുത്തിട്ട് ആ ബസ് പോയാൽ ഇതാടെ കൊണ്ടുപോയിട്ട് എന്നിട്ട് അവിടുന്ന് ഫുള്ളായാലേ പോകേണ്ടതെന്ന് എനിക്ക് വന്നു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. നല്ല ചാൻസ് ഉണ്ട്. ഇങ്ങനെ കളറിൻ്റെ നല്ല പോകടിക്കുന്നത് നമുക്കിതാ അതില്ല. അത് നമ്മളതിലാണല്ലോ. വയലില്ല പറയുന്നത് കേൾക്കണ്ടെങ്കിൽ ഇതിൽ ബസ്സെടുത്തു സ്മിത ബസ് ടോവിനോനൊക്കെ സ്ഥലല്ലേ? ടോവിനോനെ കാണണം അല്ലേ? ടോവിനോനൊക്കെ നാടല്ലേ? നീ ബൈപ്പാസിലേക്ക് ഞാൻ പോണം. അയ്യോ അതാന്ന് വരടാ. അതാണ് ചായ ചിപ്സ് ശർക്കര വരട്ടിയൊക്കെ ഉണ്ട്. നമ്മൾ നടന്നു വയ്യല്ലോ. നടന്നൊന്ന് സ്ഥലമില്ലേ? നല്ല പ്രശ്നം. നേരത്തെ പോയില്ല. ഗോകുലം ടീപ്പാണ് എല്ലാം നോക്കുക. കോലും പിടിച്ചിറക്കുന്നത്. ഒരു ഡീസൽ അടിച്ചിട്ട് തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് തന്നെ പോകും പോലും. നമുക്ക് എന്തായാലും പറ്റി പറയാനുണ്ട്? ടൈമാണ് അവിടെ പോകുന്നത്. നമ്മൾ 6:30 ബസ് കയറി 7:30 ആകുമ്പോഴേക്കും ആതിരപ്പള്ളി എത്താൻ വിചാരിച്ചു. ഇപ്പം തന്നെ 7 മണിയാവണേ. എപ്പോഴാണ് ആതിരപ്പള്ളി
വെള്ളച്ചാട്ടം കാണാം. ഡീസലടിച്ച് വെറുതെ അല്ലേ കണ്ടക്ടർ ഒന്നും ഇല്ലാത്ത ഡീസലടിക്കാൻ കണ്ടക്ടർ ഇതെടുക്കുക. അങ്ങനെ ബസ് എടുത്തു. അവിടുന്ന് എപ്പോഴാണ് എത്താന്നാണ് അറിയാൻ. തിരിച്ച് ബസ് സ്റ്റോപ്പിൽ തന്നെ എത്തി. ഇങ്ങനാണെങ്കിൽ വന്ന സ്ഥലത്ത് തന്നെ വീണ്ടും ഡീസൽ അടിച്ച് പിന്നെ തിരിച്ചു